അല്ല, ലീഗ് വിരുദ്ധ പരാമർശങ്ങളാണ് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുഴുവൻ സമയവും അദ്ദേഹം പറഞ്ഞിരുന്നത്. ലീഗ് വിരുദ്ധം, ലീഗ് SDPIയെയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചിട്ടാണ് ലീഗ് നിൽക്കുന്നതെന്നുള്ള ആരോപണം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നതല്ലേ. പാർലമെന്റ് വരെ ലീഗിന്റെ പുറകെ നടക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ലീഗ് അതിശക്തമായ നിലപാടെടുത്ത്. എന്താ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്? UDFന്റെ കൂടെ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDF പോകാൻ ഒരു കാരണം പോലും ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത. അപ്പോഴാണ് കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുമല്ലോ, അപ്പോഴാണ് വർഗീയത ആരോപിച്ചത് ഈ ലീഗിന്റെ പേര്. കുറെ പുറകെ നടന്ന് കിട്ടാതായപ്പോൾ ചാടിയിട്ടും മുന്തിരിങ്ങ കിട്ടാതായപ്പോഴാണ് മുന്തിരിങ്ങയ്ക്ക് പുളിയാണെന്ന് പറഞ്ഞത്. അല്ല, അത് പറഞ്ഞോട്ടെ, അതൊന്നും പറഞ്ഞാൽ വീഴുന്നവരല്ലല്ലോ, അവർക്കറിയാലോ. അവർക്കെതിരായിട്ടുള്ള അവർ വർഗീയത ആളിക്കത്തിക്കുകയാണ് എന്നുള്ള പ്രചരണമാണ് നടത്തുന്നത്. അത് ഈ ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് CPM ചെയ്യുന്നതാ. അത് തിരിച്ചറിയാനും ഉള്ള ബോധ്യം ലീഗിനുണ്ട്. അവരതിനാല ശക്തമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആരാണ്? ഇപ്പൊ അങ്ങനെ ഒരു പ്രസിദ്ധീകരണം, ഒരു നോട്ടീസ് വന്നല്ലോ, ഒരു വാർത്ത വന്നല്ലോ, അവർക്കെതിരായിട്ട് AICC നോട്ടീസ് കൊടുക്കുക. അങ്ങനെ ഒരു റിപ്പോർട്ടില്ലല്ലോ. സുനിൽ കനകോലുവിന്റെ ഒരു റിപ്പോർട്ടില്ലല്ലോ. ഞങ്ങൾ ഒരു സർവേ നടത്തിയിട്ടില്ലല്ലോ കേരളത്തിൽ. ആകെ ഒരു സർവേയാണ് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് വന്നിരിക്കുന്നത്. അത് ഇന്ത്യ ടുഡേ നടത്തിയ സർവേയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് 42% വോട്ടും CPMന് 30% വോട്ടുമാണ്. ഞങ്ങൾക്ക് 110 സീറ്റ് കിട്ടും എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. ആകെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് വന്ന ഏക സർവേയാണ്. ഇതൊരു ഇംഗ്ലീഷ് പത്രം തട്ടിപ്പ് ഫേക്കായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അതിനെതിരായിട്ട് AICC ലീഗൽ നടപടികൾ എടുക്കുകയാണ് അവർക്കെതിരായിട്ട്. AICC പറഞ്ഞ് AICCയുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു റിപ്പോർട്ടുണ്ടാക്കി ഒരു ഇംഗ്ലീഷ് പത്രം കാണിച്ചിരിക്കുന്ന കാപട്യമാണ് CPMനെ സഹായിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന. ഒരു കനകോല് റിപ്പോർട്ടും ഇവിടെ ഇല്ല.